السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله كفى وسلام على عباده الذين اصطفى وعلى آله وأصحابه الموفين بالعهد والوفا. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയം നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരെ, സയ്യിദന്മാരെ, സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രപഞ്ചാണ്ട കടാഹം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അത്രയും തന്ന അള്ളാഹുവിനെ ശുക്രോടുകൂടി, നന്ദിയോടുകൂടി സ്മരിക്കാൻ ജീവിതത്തിന്റെ ഒടുക്കത്തെ ശ്വാസം വരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ബുശ്റാക്കുമുൽ യൗമിൽ അൽഹംദുലില്ലാ നിങ്ങളുമായി എനിക്ക് സംവദിക്കാനുള്ളത്. ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നന്ദിയുണ്ടോ നിനക്ക്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഒരുപാട് ആളുകളോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പല സേവനങ്ങളും ചെയ്തു കൊടുക്കുന്ന പലരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് കാണാതെ വരുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിനൊരു പ്രത്യേക ടോണാണ്. നന്ദിയുണ്ടോ നിനക്ക് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഭാര്യമാരോടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മക്കളോടായിരിക്കും, നമ്മുടെ അയൽക്കാരോടായിരിക്കും, നമ്മുടെ കൂട്ടുകാരോടായിരിക്കും, നാമുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലുമൊക്കെ ഈ ചോദ്യം നമ്മൾ ഉന്നയിക്കാറുണ്ട്. നന്ദികേട് എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. തീർച്ചയായും മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഖുലിഖ ഹലൂഅ, അക്ഷമനായിട്ടാണ്. തീർത്തും ക്ഷമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ പ്രാപ്തിയൊന്നും മനുഷ്യന് കൊടുത്തിട്ടില്ല. ഖുലിഖ ഹലൂഅ, അക്ഷമനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇദാ മസ്സഹു ശർറു ജസൂഅ. എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ ഉണ്ടാകുന്ന സമയത്ത് പൊറുതികേട് കാണിക്കുന്നവനാണ് ജസൂഅ. ജസഅ, പൊറുതികേട്, ഒരു അസ്വസ്ഥത കാണിക്കുന്നവനാണ്. തിന്മകൾ ഉണ്ടാകുമ്പോ, തിന്മ വന്ന് ഭവിക്കുമ്പോ പൊറുതികേട് കാണിക്കുന്നവനാണ് മനുഷ്യൻ. വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. നന്മ വന്നു കഴിഞ്ഞാൽ തടഞ്ഞു വെക്കുന്നവനാണ് മനുഷ്യൻ. എന്താ പറഞ്ഞതിനർത്ഥം? അബൂ സാബിത്ത് എഴുതിയതുപോലെ, ഉണ്ട ചോറിന് എന്ന് ബാക്കി പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും നന്ദികേട് കാണിക്കുകയാണ്. ഉണ്ട ചോറിന് നമ്മൾ പലപ്പോഴും നന്ദി കാണിക്കാറില്ല, അല്ലേ? നമ്മൾ ആവശ്യക്കാരാകുമ്പോൾ അള്ളാഹുവിനോട് കാര്യമായി നമ്മൾ ദുആ ചെയ്യും. നമ്മൾക്കൊരു കാര്യം കിട്ടണമെങ്കിൽ, വല്ലാത്ത പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കാര്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. എങ്ങുമില്ലാത്ത, അതുവരെ ഉണ്ടാകാത്ത ഒരു തൗബയും, അതുവരെ ഉണ്ടാകാത്ത ഒരു വല്ലാത്തൊരു പേടിയും ബേജാറൊക്കെ എന്റെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും. കാര്യമായിട്ടായിരിക്കും ആ സമയത്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ആവശ്യം വരുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം
ആ സമയത്ത് നമ്മൾ വലിയ ഭക്തനാകും, അള്ളാഹിനെ പേടിയുള്ള വലിയ മുത്തഖിയാകും നമ്മളൊക്കെ. എന്നാലോ അള്ളാഹുവിന്റെ അനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹ പ്രേമാരിയിൽ നാം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാറാണുള്ളത്. സത്യത്തിൽ എനിക്ക് തന്ന അനുഗ്രഹം, എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം, എനിക്ക് തന്ന ഈ അനുഗ്രഹം, ഈ അനുഗ്രഹത്തിന്റെ ദാതാവിനെ, ഈ അനുഗ്രഹം എനിക്ക് തന്ന അള്ളാഹുവിനെ വിസ്മരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ അവകാശമായിട്ടാണ് പലപ്പോഴും അനുഗ്രഹങ്ങളെ നമ്മൾ കാണാറുള്ളത്. നന്ദി ചെയ്യല് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ നന്ദി പറയാൻ, ഒരു ശുക്ർ പറയാൻ നമ്മൾ സമയം ചെലവഴിക്കാറില്ല. നമ്മുടെയൊക്കെ അവകാശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഈ നിഅമത്തുകളെയൊക്കെ നമ്മൾ കാണുകയാണ്. അതെന്റെ അവകാശമാണെന്ന നിലക്കാണ് ഞാനും നിങ്ങളുമൊക്കെ ഓരോ സമയവും ഈ ഓരോ നിഅമത്തുകളെയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറയുന്നുണ്ടല്ലോ, ഫൈദാ മസ്സൽ ഇൻസാനു ദുർറുൻ, മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ ദഅന, പിന്നെ എന്നോട് തേടുകയായിരിക്കും. അല്ലാഹുവേ, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പിന്നെ നാം അവന് നമ്മുടെ അനുഗ്രഹം നൽകുകയാണെങ്കിൽ, എന്റെ അനുഗ്രഹാശിസ്സുകൾ മുഴുവൻ എന്റെ അടിമകളായ സൃഷ്ടികളായ മനുഷ്യന്മാർക്ക് ഞാൻ നൽകുകയാണെങ്കിൽ, നിഅമതം മിന്ന, എന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ഖാല ഇന്നമാ ഊതിതുഹു അലാ ഇൽമിൻ. അപ്പൊ മനുഷ്യൻ അഹങ്കാരത്തോടു കൂടി പറയും, മനുഷ്യൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറിക്കൊണ്ട് പറയും, ഇന്നമാ ഊതിതുഹു അലാ ഇൽമിൻ, അതെന്റെ അറിവിന്റെ ഭാഗമായി ഉണ്ടായതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ വിചാരം ഈ കണ്ട സ്വത്തും സമ്പാദ്യവും കൃഷിയിടവും ഈ റബ്ബർ എസ്റ്റേറ്റും ഈ അനുഭവിക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതല്ല. ഇത് ഞാനും എന്റെയും എന്റെ വാപ്പാന്റെ വാപ്പിയും എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് എന്ന ബോധത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, അത് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ് ഈ നിഅമത്തുകളൊക്കെ എന്ന് കരുതി നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൽ ഹിയ ഫിത്നതുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ബൽ ഹിയ ഫിത്നതുൻ, അത് വലിയ പരീക്ഷണമാണ്, അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അധിക ആളുകൾക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. സൂറത്ത് സുമർ 49-ാമത്തെ വചനം ഒന്നിരുത്തി ചിന്തിക്കണം മുഅ്മിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എത്രമാത്രം വിസ്മരിച്ചു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് എത്രമാത്രം നമ്മൾ ബോധവാന്മാരാണ് അല്ലേ? സദഖ, അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ സദഖ തരുമ്പോ അത് നമ്മൾ വാങ്ങിവെക്കുന്ന സന്തോഷത്തോടു കൂടി. ഒരാൾ കടം വാങ്ങാൻ വരികയാണ്, ആ കടം വാങ്ങാൻ വരുന്നവന്റെ ആവലാദികൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ കടം തിരിച്ചു ചോദിക്കുമ്പോൾ കാണിക്കുന്ന അവസ്ഥകളും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നന്ദികേടിനെ പറ്റി പരാതി പറയുന്ന ഒരു വേള, ഞാനും നിങ്ങളുമൊക്കെ നന്ദിയുള്ളവരാണോ എന്ന ഒരു ചിന്ത, അതാണ് ഇന്നത്തെ ബുശ്റാക്കുൽ യൗമിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നമ്മളൊക്കെ നന്ദിയുള്ളവരാണോ? സ്വയം ഒന്ന് ചിന്തിക്കണേ മുഅ്മിനെ, ഒന്ന് കൽബിൽ കൈവച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. ഞാൻ നന്ദിയുള്ള ആളാണോ? ജനങ്ങളോടുള്ള നന്ദിയല്ല, സൃഷ്ടികളോടുള്ള നന്ദിയല്ല, പടച്ചവനോട് എല്ലാ അനുഗ്രഹങ്ങളും ഈ അനുഗ്രഹങ്ങളുടെയും ഒക്കെ വാതായനങ്ങൾ തുറന്നു തന്ന തമ്പുരാനോട്, ആ തമ്പുരാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവനോട് നമ്മൾ നന്ദി ചെയ്യാറുണ്ടോ? നന്ദികേടാണോ ചെയ്യുന്നത്? നന്ദിയാണോ അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നത് എന്നൊരു ഒരു ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ എടുക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഈ വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മറ്റു സർവ്വ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നതാണ്. റബ്ബിന്റെ അനുഗ്രഹമില്ലാതെ എനിക്കും നിങ്ങൾക്കുമൊന്നും ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
അനുഗ്രഹമില്ലാതെ എനിക്ക് പോലും സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ല. അവാൻ തയ്യാർ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളും സ്വർഗത്തിൽ കടക്കുകയില്ലേ എന്നൊരു ചോദ്യം. വലാന, എനിക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ഇല്ല അല്ലാഹു ബിറഹ്മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണയുടെ കൃപയുടെ കടാക്ഷം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറയുകയാണ്, എനിക്ക് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാൻ പോലും കഴിയുകയില്ല അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എത്ര നേരം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹാശിസ്സായി എനിക്കും നിങ്ങൾക്കും തന്നത്, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ ഉച്ഛ്വാസവും നമ്മുടെ നിശ്വാസവും, നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും എടുക്കുന്ന വായു, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ പാർപ്പിടം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയതാണെന്ന ബോധമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാതെ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ഒന്നും പ്രൗഢി കൊണ്ടോ അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒന്നും സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല എന്നത് നാം ഏറെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പലപ്പോഴും നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ചെറുതായി കാണുകയാണ്. അള്ളാന്റെ അനുഗ്രഹത്തെ ചെറുതായി കാണുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഓശാരമായി എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നത് വെറുതെ കാണുകയാണ്, അതിനെ ചെറുതായി കാണുകയാണ്. ഒരിക്കൽ പോലും സംതൃപ്തമായ മനസ്സോ സംതൃപ്തി അടഞ്ഞുള്ള നിർവൃതിയോടെയുള്ള വാക്കുകളോ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല. നമ്മൾ സംതൃപ്തിയോടെ അള്ളാഹുവിന് ശുക്ർ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് ഇഷ്ടപൂർവം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഒരു ശുക്ർ? ഈ തന്ന അനുഗ്രഹങ്ങൾ, ഭൂമി ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ഖൽബ് കൊണ്ട് അറിഞ്ഞിട്ട് നമ്മൾ അള്ളാഹിനോട് ശുക്ർ ചെയ്തിട്ടുണ്ടോ? അല്ലേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് വർത്താനം ചോദിക്കാറുണ്ട്. നല്ലത് എന്ന് മാത്രം പറയുന്ന ആളുകൾ വളരെ കുറവാണ്. അതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഒരാൾ എന്തൊക്കെയുണ്ട് വർത്താനം ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണെന്ന്. ആ ഗടങ്ങേറാണ്. എന്താ ചെയ്യാ? എന്ത് വിശേഷം? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കച്ചവടത്തില് കച്ചവടം ആകെ തകർന്നു, ബിസിനസ് പൊളിഞ്ഞു, മക്കള് മോശക്കാരായി, കുട്ടികൾ രോഗിയായി, ഞാൻ സ്വയം രോഗിയായി, ഭാര്യയ്ക്ക് അസുഖമായി, കുടുംബക്കാർക്ക് അസുഖമായി, പ്രാരാബ്ധായി, പ്രശ്നങ്ങളായി. നമ്മൾക്ക് ഇത് മാത്രമാണ് പറയാനുണ്ടാകുന്നത്. അൽഹംദുലില്ലാഹ്, നല്ല അനുഗ്രഹം എന്ന് പറയുന്ന ആളുകളാണോ ഞാൻ നിങ്ങളൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്തു, ഇതിനപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ബുദ്ധിമുട്ടുകൾ തന്നില്ലല്ലോ എന്ന് അൽഹംദുലില്ലാഹ് എന്ന് സ്നേഹപൂർവ്വം എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള വാക്കുകൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടോ? പക്ഷേ മഹാന്മാരായ സ്വഹാബത്തെ കിറാം അപ്രകാരായിരുന്നില്ല. മഹാന്മാരായ സ്വഹാബത്തെ കിറാം നേരെ മറിച്ചായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങി നടക്കും, ധാരാളം പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടുമുട്ടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും. എന്നിട്ട് പരസ്പരം വിശേഷങ്ങൾ ചോദിച്ചറിയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ചോദിച്ചറിയും. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ലാ നുരീദു ബിദാലിക ഇല്ലാ ലിനഹ്മദല്ലാഹ അസ്സ വജൽ, ഞങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ലാ നുരീദു ബിദാലിക്, ഞങ്ങൾ ആ നടത്തം കൊണ്ട് ഞങ്ങൾ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാ ലിനഹ്മദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കാൻ വേണ്ടിയല്ലാതെ, അസ്സ വജൽ പടച്ച തമ്പുരാനെ സ്തുതിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ നടക്കുന്നില്ല. ഞങ്ങൾ ഓരോ സമയവും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണം നടത്തുന്നത് അള്ളാഹനെ സ്തുതിക്കാൻ വേണ്ടിയാണെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എത്ര സമയം ചെലവഴിക്കാറുണ്ട് മുഅ്മിനെ? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, അതിനെ തിരിച്ചറിയണം. അൽ ഇഅ്തിറാഫ്, അതിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ, കൃപ, കടാക്ഷം എന്നിലും നിങ്ങളിലുമൊക്കെ സദാ വർഷിക്കുകയുള്ളൂ.
അള്ളാന്റെ നിഅമത്ത് റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മളെക്കാൾ നിഅമത്ത് കുറഞ്ഞവരിലേക്കാണ് നോക്കേണ്ടത്. നമ്മളെക്കാൾ നിഅമത്ത് കുറഞ്ഞവരിലേക്ക് നോക്കിയാലേ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും എത്ര നിഅമത്ത് ചെയ്തു തന്നു എന്നതിന്റെ ഒരു കണക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. താഴെക്കിടയിലുള്ളവരിലേക്ക് നോക്കണം, നിഅമത്ത് കുറഞ്ഞയാളിലേക്ക് നോക്കണം, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളിലേക്ക് നോക്കാൻ പറ്റണം. മൻ നളറ ഫിദ്ദീനി ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയ ഇലാ മൻ തഹ്തഹു കതബഹുല്ലാഹു സാബിറൻ വശാകിറാ. ഇമാം ബൈഅത്തി റളിയല്ലാഹു അൻഹു ശഅബുൽ ഈമാനിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെക്കുന്നു. ദീനിന്റെ വിഷയത്തിൽ മുകളിലേക്ക് നോക്കാൻ പറ്റണം. ദീനിന്റെ വിഷയത്തിൽ നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റണം. ദുന്യാവിന്റെ വിഷയത്തിൽ ഇലാമൻ തഹ്തഹു താഴെയുള്ളവനിലേക്ക് നോക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ കതബഹുല്ലാഹു സാബിറൻ വശാകിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ക്ഷമിക്കുന്നവരിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരിലും അല്ലാഹു ഉൾപ്പെടുത്തി കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ശാകിരീങ്ങളിലും സാബിരീങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭിന്ന തരത്തിൽ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. വിഭിന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി ഉണ്ടാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജനിക്കാൻ പോകുന്ന സകല സന്താനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. പലവിധത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള ആളുകൾ. ദരിദ്രന്മാരായ ആളുകളുണ്ട്, സമ്പന്നരായ ആളുകളുണ്ട്, അന്ധരായ ആളുകളുണ്ട്, മൂകരായ ആളുകളുണ്ട്, ബധിരരായ ആളുകളുണ്ട്, കാലുകളില്ലാത്ത ആളുകളുണ്ട്. പലതരത്തിലുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇവരിൽ നിന്ന് ശാകിരീങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പലതരത്തിൽ ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. പരസ്പരം കാണാൻ കഴിയണം. എനിക്കില്ലാത്ത കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുറവൊന്നും എനിക്ക് തന്നില്ലല്ലോ എന്ന ബോധമാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് താഴെക്കിടയിലുള്ളവരേക്ക് നോക്കി, താഴേക്കിടയിലുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നോക്കി മനസ്സിലാക്കി അല്ലാഹു എനിക്കത് തന്നില്ലല്ലോ എന്നുള്ള ശുക്റാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാകേണ്ടത്. നമുക്ക് ലഭിച്ച ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യണം പ്രിയപ്പെട്ടവരെ. എങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായി മാറുക. അനുഗ്രഹത്തിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം തിരിച്ചറിയാതിരിക്കുന്നത് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ വിവരക്കേടും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹം ചെയ്തു. ധനവും ജീവിത സൗകര്യങ്ങളും അല്ലാത്തത്രയോ അനുഗ്രഹങ്ങൾ അല്ലെ. ധനം അങ്ങോട്ട് മാറ്റി നിർത്താം, നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം അങ്ങോട്ട് മാറ്റി നിർത്തുക, ജീവിത സൗകര്യം അങ്ങോട്ട് മാറ്റി നിർത്താം. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ റബ്ബ് എത്ര വലിയ അനുഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നത്. നമ്മുടെ അവയവങ്ങളിലേക്കൊന്ന് നോക്കിയേ. എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ അവയവങ്ങളിലേക്കൊന്ന് നോക്കണേ മുഅ്മിനെ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ, കാണാൻ മനുഷ്യന് നമ്മൾ രണ്ട് കണ്ണ് കൊടുത്തില്ലേ? വലിസാനം വശഫതൈൻ, വാചാലമായി അവന്റെതൊക്കെ പ്രകടിപ്പിക്കാവുന്ന തരത്തിൽ സംസാരിക്കാൻ ചുണ്ടും നാവും നമ്മൾ കൊടുത്തില്ലേ? ഇത് തന്നെ പോരെ മുഅ്മിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ അവയവങ്ങൾ എന്ന് പറയുന്നത്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ വലിയ സമ്പന്നനായി, വലിയ സമ്പാദ്യം, സ്വത്തും സമ്പത്തുമുള്ള ഒരാള്, അയാള് ഒരു കാലത്ത് വലിയ സമ്പാദ്യമുള്ള മനുഷ്യൻ, അതിനുശേഷം വല്ലാതെ ദരിദ്രനായി. താഴ്ന്ന ഒരു പുതപ്പ് മാത്രമാണ്, മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, താഴ്ന്ന ഒരു പുതപ്പ്, താഴ്ന്ന തരത്തിലുള്ള ഒരു പുതപ്പ് മാത്രമാണ് അവശേഷിച്ചത്. ആദ്യകാലത്ത് വലിയ സമ്പാദ്യം, സമ്പത്തുള്ള സമ്പന്നതയുടെ ഉച്ചസ്ഥായിയിൽ നിന്നയാൾ, പിന്നീട് അയാൾ വന്നത് ദരിദ്രനായിട്ട്. താഴ്ന്ന തരത്തിലുള്ള ഒരു പുതപ്പ് മാത്രമാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അയാൾക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അയാൾ സദാസമയത്തും അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു, അല്ലാഹുവിന് ശുക്ർ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ധനവാനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇയാളോട് ചോദിച്ചു, ഇയാളുടെ നാട്ടിലെ ധനാഢ്യനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഇത്ര നഷ്ടം സംഭവിച്ചിരിക്കെ, നിനക്ക് നാശം സംഭവിച്ചിരിക്കെ എന്തിനാണ് നീ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നത്?
എന്തിനാണ് നീ അള്ളാഹുവിനെ പുകഴ്ത്തിയത്? നിന്ന സമ്പാദ്യത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ സമ്പാദ്യങ്ങളില്ലാത്ത ദരിദ്രനാക്കി മാറ്റിയത്. എന്നിട്ടും നീ എന്തുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നു എന്ന് ഈ മനുഷ്യൻ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞൊരു മറുപടിയുണ്ട് മുഅ്മിനെ. അയാൾ പറഞ്ഞു, എനിക്ക് ഒരു അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാത്രമാണ് തരാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എനിക്ക്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ് എനിക്ക് ആ അനുഗ്രഹം കാക്ഷിക്കാൻ പറ്റുക. അത്ര വിലപിടിപ്പുള്ള അനുഗ്രഹമാണ്. അപ്പൊ മറ്റേയാള് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അനുഗ്രഹം എന്താണ്? അയാൾ പറഞ്ഞു, ഖാല റഅയ്ത ബസറക, നീ നിന്റെ കണ്ണ് കാണുന്നില്ലേ? നീ നിന്റെ നാവ് കാണുന്നില്ലേ? നീ നിന്റെ കൈകൾ കാണുന്നില്ലേ? നീ നിന്റെ കാലുകൾ കാണുന്നില്ലേ? നിന്റെ ശരീരത്തിലോട്ടൊന്ന് നോക്കിയേ. കണ്ണുകൾ കാണുന്നില്ലേ? ചെവി കാണുന്നില്ലേ? കൈകാലുകൾ കാണുന്നില്ലേ? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നല്ലോ. എന്റെ ജീവിതത്തിൽ റബ്ബ് എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയാണ് ഈ അനുഗ്രഹം അല്ലാഹുവിന്റെ പേമാരി പോലെ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നതെന്ന് ഈ മനുഷ്യനോട് ഇയാള് പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അവയവങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടമായി ദാനമായി അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ ഇതിനൊക്കെ അല്ലാഹുവിനോട് എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവുകയില്ല. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു, ഒരുപാട് അടങ്ങേറ് പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. അയാൾക്കൊരു ഭാഗ്യം ഇല്ല എന്ന് അയാൾ പറയുന്നത് നമ്മളൊക്കെ പറയാറുള്ള വാക്കുകളാണ്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളൂ, എന്ത് ചെയ്യാനാണ്, ജീവിതം ഇങ്ങനെയായിപ്പോയി, ഒരു അനുഗ്രഹം, ഒരു ഭാഗ്യമില്ലാത്ത മനുഷ്യനായിപ്പോയി ഞാനെന്ന് നമ്മൾ പലവട്ടം പറയാറില്ലേ മുഅ്മിനെ? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിന്റെ കണ്ണുകൾ, നീ ഇപ്പോൾ നന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വർണ്ണാഭമായ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്ത് നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണുകൾ, ഈ കണ്ണുകൾ 1,00,000 ദിർഹമിന് വിൽക്കാൻ, പകരം നൽകാൻ നീ തയ്യാറാകുമോ എന്ന് ചോദിച്ച സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇല്ല. അങ്ങനെ ഓരോ അവയവങ്ങളെ കുറിച്ചും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ് പറയുന്നത്. അയാൾ അതിനൊന്നും സമ്മതിച്ചില്ല. എന്നിട്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇങ്ങനെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന അവയവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പാരിതോഷികമായി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നീ ഇങ്ങനെ അല്ലാഹുവിന് ശുക്ർ ചെയ്യാതെ, അല്ലാഹുവിനെ സ്തുതിക്കാതെ, നിനക്ക് അല്ലാഹു ഒരു ഭാഗ്യവും നൽകിയിട്ടില്ല എന്ന് വെറുതെ നീ പറയുകയാണെന്ന് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനോട് ചോദിച്ചു. അത്രേ ആ ചോദ്യം നമ്മുടെ മനസ്സിൽ കൊള്ളേണ്ട ചോദ്യമാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ചോദ്യമായും ആണ് മുഅ്മിനേ. അത് അവയവങ്ങളുടെ നിഅമത്ത് മാത്രമല്ല, അല്ലാഹു നമുക്ക് ചെയ്ത വെറും അവയവങ്ങളുടെ നിഅമത്ത് മാത്രമല്ല, ആ അവയവങ്ങളുടെ പ്രവർത്തനമൊന്ന് നോക്കിയേ, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ ദിനേന ചെയ്യുന്ന ആഹാരം കഴിക്കലും അത് വിസർജ്യങ്ങളായി പുറത്തു പോകലും തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചത് വിസർജ്യമായി പുറത്തു പോയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ സുബ്ഹാനല്ലാഹ്, ആലോചിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കൊക്കെ അനുഗ്രഹം ചെയ്തില്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് വിസർജ്യങ്ങളായി അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പുറത്തു പോകുന്നു. അത് തന്നെ പോരെ മുഅ്മിനെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇന്നഹു കാന അബ്ദൻ ശകൂറ, നന്ദിയുള്ള അടിമയായിരുന്നു മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇപ്രകാരമായിരുന്നു. എത്രത്തോളം ഒന്ന് മൂത്രമൊഴിച്ച് ആശ്വാസത്തോടു കൂടി എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന് ശുക്ർ പറയുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. എത്ര മനോഹരമായ വാക്കുകൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരണം ചെയ്തു തന്നു. തരണം ചെയ്യാൻ നമ്മൾക്കൊക്കെ പറ്റി റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാനും നിങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ മുഅ്മിനെ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലേ? വലിയ മഹത്തായ അനുഗ്രഹമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 1000 ഭക്ഷണം അകത്തോട്ട് കടക്കാൻ പറ്റാത്തൊരവസ്ഥയെ കുറിച്ച്, അല്ലേ? അതിന് കഴിയാത്ത ആളുകളെ കുറിച്ച് എത്രയെത്ര ആളുകൾ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, റബ്ബിന്റെ പരീക്ഷണം ഇറങ്ങിയ ആളുകൾ, ഒരു ഇറക്ക് വെള്ളം പോലും അകത്തോട്ട് കടത്തിവിടാൻ കഴിയാത്ത ആളുകൾ, ഒരു ഇറക്ക് വെള്ളം അകത്തോട്ട് കടത്തിവിടാൻ കഴിയാത്ത ആളുകൾ, അല്ലെ? മൂക്കിലൂടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആളുകൾ. റബ്ബ് എനിക്കും നിങ്ങൾക്കും അതൊന്നും അങ്ങനെയൊന്നും തന്നില്ലല്ലോ, ആ രീതിയിലൊന്നും എന്നെയും നിങ്ങളെയും ഒന്ന് പരീക്ഷിച്ചില്ലല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായി ഒരു സ്ട്രക്ചർ എനിക്കും നിങ്ങൾക്കും ഒക്കെ തന്നു. ഭക്ഷണം വളരെ കൃത്യമായി പോകുന്നു, വളരെ കൃത്യമായി വിസർജിച്ച് പുറത്തു പോകുന്നു. വലിയ അനുഗ്രഹമല്ലേ മുഅ്മിനെ? ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യേണ്ടത്, അല്ലേ? വലിയൊരു സംവിധാനമാണ് അള്ളാഹ് നമുക്ക് ചെയ്തു തന്നത്. ഭക്ഷണം കഴിച്ച് ആവശ്യമുള്ളത് മാത്രം ശേഖരിച്ച് മാലിന്യങ്ങൾ പുറത്തു പോകാനുള്ള സംവിധാനം എത്രയോ മികച്ചതാണ്. വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നത്. ഈ റബ്ബിന്റെ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ മുഅ്മിനെ അതൊക്കെ ഇല്ലാതായി നോക്കണം. ഈ അനുഗ്രഹങ്ങളൊക്കെ ഇല്ലാതായി നോക്കണം. അപ്പോൾ ശരിക്കും ബോധ്യപ്പെടും റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഒക്കെ ചെയ്തു തന്ന ഓരോ അനുഗ്രഹത്തെ കുറിച്ച്, അല്ലേ? കാഴ്ച, കേവലം ഒരു കാഴ്ചയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. കാഴ്ച എന്ന അനുഗ്രഹത്തിന് നമ്മൾ എത്ര കാലം ശുക്ർ പറഞ്ഞാലും അതിന് പകരാവോ? പൂർണ്ണമായി ശുക്ർ ചെയ്യാൻ മുഅ്മിനെ എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയോ? നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നത്ര ശുക്റാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. വല ഇൻ ശകർതും ലഅസീദന്നകും വല ഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ് പറയുകയാണ്, വല ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തിരുന്ന സകലമാന അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വല ഇൻ കഫർതും, നിങ്ങൾ എന്നോട് കുഫറിലേക്കാണ് നിങ്ങൾ പോകുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, ഇന്ന അദാബി ലശദീദ്, റബ്ബിന്റെ ശിക്ഷ വളരെ കഠോരമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ശാക്കിർ എന്നാണ് പറഞ്ഞത്. ഷാക്കിറൻ എന്നാണ് പറഞ്ഞത്. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ളയാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. എന്താ ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഉണ്ടോ? എത്ര മനോഹരമായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ച സമയത്ത് അതൊക്കെ സക്സസ്ഫുൾ ആയി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്, അല്ലെ? ഇബ്തലാഹു ബിസബ്അതി അഷ്യാ ബിശംസി വൽ ഖമരി വൽ കവാകിബ്. സകലമാന വസ്തുക്കളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചില്ലേ? വൽ ഖിതാനി അലൽ കിബർ, പ്രായം ചെന്ന് നിൽക്കുന്ന സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം നിങ്ങൾ ഖിതാൻ ചെയ്യണം. പ്രായം ചെന്ന് നിൽക്കുന്ന സമയത്ത് ഖിതാൻ ചെയ്തു. മഹാനവർകള് അള്ളാഹുവിന്റെ ആജ്ഞ അപ്പടി അനുസരിച്ചു. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എടുത്തെറിയപ്പെട്ടു. സ്വന്തം മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയർപ്പിക്കാൻ പറഞ്ഞു. കുട്ടികളെയും മക്കളെയും സന്താനങ്ങളെയും ഭാര്യയെയും ഒക്കെ കൊണ്ടുപോയി മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. എത്ര മനോഹരമാണ് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്. ആരോരുമില്ലാത്ത സ്ഥലത്ത്, വെള്ളമൊന്നുമില്ലാത്ത സ്ഥലത്ത്, ആരോരും തണലേകാനില്ലാത്തൊരു സ്ഥലത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെയാണ്. ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പരീക്ഷണം എനിക്കും നിങ്ങൾക്കും ഒക്കെ, എനിക്ക് ആദ്യം പിന്നെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നമ്മൾ എത്ര വട്ടം റബ്ബിനെ പഴി പറയും, എത്ര വട്ടം റബ്ബിനെ നമ്മൾ കുറ്റം പറയും, അള്ളാഹുവിനെ നമ്മൾ എത്ര തവണ ഇങ്ങനെ ഇകഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് വരാൻ കണ്ടൊരു നേരം, പടച്ചോൻ ഇത് തരാൻ കണ്ടൊരു നേരം എന്ന് അള്ളാഹനെ നമ്മൾ പഴി പറയാൻ ശ്രമിക്കാറില്ലേ മുഅ്മിനെ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുകയാണ്. റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ അപ്രകാരം അപ്പടി ചെയ്യുകയാണ്.
മഹാനായ ഇമാം ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു കാര്യം തരികയാണെങ്കിൽ, ഇദാ അഅതാകല്ലാഹു ശൈഅൻ അൻ തഅരിഫ മൻ അഅതാക, നീ അറിയണേ, നിനക്കൊരു കാര്യം റബ്ബ് തന്നു കഴിഞ്ഞാല് നീ അറിയണേ, മൻ അഅതാക, ആരാണ് നിനക്കിത് തന്നത്, ആരാണ് നിനക്കിത് തന്നത് എന്ന് നീ മനസ്സിലാക്കണം. വസ്താനി, രണ്ടാമത്തേതോ, അൻതർദാ ബിമാ അഅതാക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നത് കൊണ്ട് ആ തന്നതിൽ തൃപ്തിപ്പെടാൻ പറ്റണം, തന്നതിൽ തൃപ്തിപ്പെടാൻ പറ്റണം. എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നതിൽ തൃപ്തിപ്പെടാൻ പറ്റാറില്ല. ഞാനും നിങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തിപ്പെടാറുണ്ടോ? ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനെ. മൂന്നാമത്തെ കാര്യം മാദാമ ഖുവ്വതുഹു ഫീ ജസദിക അല്ലാ തുഅസിയഹു, നിന്റെ ശരീരത്തിൽ ബലമുള്ളിടത്ത കാലത്തോളം, നിന്റെ ശരീരത്തിൽ ആവതുള്ള കാലത്തോളം അല്ലാ തുഅസിയഹു, അല്ലാഹുവിനെ നീ അതിക്രമം ചെയ്യാതിരിക്കുക, തെറ്റ് നിന്റെ ജീവിതത്തിൽ ചെയ്യാതിരിക്കണം. മുഅ്മിനെ, അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് വിസ്മരിക്കാൻ നമ്മൾ പാടില്ല. നാളെ പരലോകത്ത് 3 തരത്തിലുള്ള ഏടുകൾ കൊണ്ടുവരുമെന്നാണ് മഹാന്മാര് പറയുന്നത്. 3 തരത്തിലുള്ള ഏടുകൾ കൊണ്ടുവരപ്പെടും. ഒന്നിൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങളാണ്, അവന്റെ ജീവിതത്തിന്റെ ദശാസന്ധിയിൽ ചെയ്തു പോയ കാര്യങ്ങളാണ്. രണ്ടാമത്തേതില് അവന് ചെയ്ത പാപങ്ങളാണ്. 1 സൽക്കർമ്മം, 2 പാപം, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും. മൂന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ അനുഗ്രഹങ്ങളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒന്നാമത്തേത് അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ, രണ്ടാമത്തേത് അവൻ ചെയ്ത പാപങ്ങൾ, മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ ഏറ്റവും ചെറിയ അനുഗ്രഹത്തോട് അതിന് പകരമായി ആവശ്യമുള്ള അമലുകളെ വിലയായി എടുത്തുകൊള്ളാൻ പറയും. ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഏറ്റവും ചെറിയ അനുഗ്രഹത്തെ എടുത്തുകൊണ്ട് റബ്ബ് പറയും, ഇതാ ഈ ചെയ്തു തന്ന ഈ ചെറിയ അനുഗ്രഹത്തിന് പകരമായി നീ ചെയ്ത ഏതെങ്കിലും അമല് പകരമായിട്ട് വിലയായി നീ എടുക്കണമെന്ന് പറയുന്ന സമയത്ത് അവന് ചെയ്ത സകലമാന സൽക്കർമ്മങ്ങളും ആ ചെറിയ അനുഗ്രഹം എടുക്കുമെന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചെയ്ത അനുഗ്രഹം, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരിക്കൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ചെറിയ അനുഗ്രഹങ്ങൾക്ക് പകരമാവില്ല എന്നാണ് മുഅ്മിനെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നീട് നമ്മൾ അവശേഷിക്കുന്നത് അനുഗ്രഹങ്ങളും പാപങ്ങളുമാണ്. റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങളും പാപങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും. നല്ല കാര്യങ്ങൾ അല്ലാഹ് ചെയ്തു തന്ന ചെറിയ അനുഗ്രഹം വെച്ചുകൊണ്ട് വിലയായിട്ട് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്ത അനുഗ്രഹങ്ങൾ സകലമാനം കൊണ്ടുപോകുന്ന തരത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തിന്റെ ഖജനാവ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മുന്നിൽ മലർക്കെ തുറന്നു കിടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കരുണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹ് അവനോട് പറയുമെന്നാണ് ഞാൻ നിനക്ക് എന്റെ ഹസനാത്തിനെ ഞാൻ നിനക്ക് തരിക. നിന്റെ ഹസനാത്തുകൾ കുറഞ്ഞതുകൊണ്ട്, നിന്റെ പാപങ്ങൾ ഞാൻ പൊറുത്തതുകൊണ്ട്, ഞാൻ എന്റെ നിഅമത്തുകൾ നിനക്ക് ഹിബത്തായി തരുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയുകയാണ്, ഞാൻ എന്റെ നിഅമത്തുകൾ നിനക്ക് ഹിബത്തായിട്ടാണോ തരുന്നത്, ദാനമായിട്ടാണോ തരുന്നത്? നീ ചെയ്ത ഒരു അമല് പോലും ഞാൻ തരുന്ന ഒരു ചെറിയ അനുഗ്രഹത്തിന്റെ അടുത്ത് പോലും എത്തുന്നില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മുഅ്മിനേ ഒന്ന് ചിന്തിക്കണേ. അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തിന് നമ്മൾ എത്ര വില പറയണം അല്ലേ? അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ മഹാനായ സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയണമായിരുന്നു. കാരണം അത്രമാത്രം ശുക്രോടുകൂടി ജീവിച്ച പ്രവാചകനാണ് സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഖാല ദാവൂദ് അലൈഹിസ്സലാം, യാ റബ്ബി ഹൽ ബാത അഹദുൻ മിൻ ഖൽഖിക് അത്വല ദിക്റൻ ലക മിന്നി, എന്നേക്കാൾ നിന്നിലേക്ക് ദിക്റിലായി ശുക്റിലായി ജീവിച്ച മനുഷ്യൻ അല്ലെങ്കിൽ ആരെങ്കിലുമുണ്ടോ? ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എന്നേക്കാൾ ദിക്റിലായി ശുക്റിലായി ജീവിച്ച ആരെങ്കിലുമുണ്ടോ? ഫഔഹല്ലാഹു ഇലൈഹിം നഅം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉണ്ട്. വഹി അറിയിച്ചു കൊടുത്തുണ്ട്. നഅം അദ്ദഫ്ദൽ, തവളകളാണ്. ഭൂമിയിലെ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ശുക്ർ അർപ്പിക്കുന്ന ആളുകൾ തവളകളാണ്. അൻസലല്ലാഹു അസ്സ വജല്ല അലൈഹി യഅമലു,
മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ്, അമൽ ചെയ്യണേ, വഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ നിന്ന് എന്നിലേക്ക് കൃതജ്ഞതാപൂർവം എന്നെ ഓർക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ റബ്ബി കൈഫ അതീഖു ശുക്ർ, നിന്റെ ശുക്ർ എനിക്ക് എങ്ങനെയാണ് കഴിയുക? ഫന്നിഅമതു മിൻക, നിഅമത്തുകളൊക്കെ നിന്നിൽ നിന്നാണെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഫകൈഫ അതീഖു ശുക്ർ, എങ്ങനെയാണ് ശുക്ർ ചെയ്യാൻ കഴിയുക? അല്ലേ, വഅൻതല്ലദീ തുൻഇമു അലയ്യ, നീയല്ലേ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്യുന്നയാൾ. യാ റബ്ബി കൈഫ ഉതീഖു ശുക്ർ വഅൻതല്ലദീ തുൻഇമു അലയ്യ ثم ترزقني على النعمة الشكر ثم تزيدني نعمة بعد نعمة. ഓരോ നിഅമത്തിനപ്പുറം ഓരോ നിഅമത്തുകളുടെ മേൽ നിഅമത്തുകളായി, അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളുടെ പേമാരിയായി റബ്ബേ, നീ എനിക്ക് ശുക്ർ ചെയ്യുമ്പോ, പടച്ചോനെ എങ്ങനെ നീ എനിക്ക് നന്ദി ചെയ്യുമ്പോ ഞാൻ എങ്ങനെ ശുക്ർ ചെയ്യ തമ്പുരാനെ എന്ന് മഹാനായ സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം എങ്ങനെയാണ് ശുക്ർ ചെയ്യുക എന്ന് ചോദിച്ചു പോയി. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഇപ്പോഴാണ് അൽആന അറഫ്തനി യാ ദാവൂദ് ഹഖ്ഖ മഅരിഫതി, ദാവൂദേ നീ ഇപ്പോഴാണ് എന്നെ ഹഖ്ഖ മഅരിഫതി, അറിയേണ്ടതുപോലെ ഇപ്പോഴാണ് നീ അറിഞ്ഞതെന്ന്. അല്ലേ, പ്രപഞ്ചാണ്ട കടാഹത്തിലെ സകലമാന വസ്തുക്കളും ചരാചരങ്ങളും അല്ലാഹുവിന് ശുക്രർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് തവളകളാണെന്ന് പറയപ്പെടുന്നു. ഖാല സുഫിയാൻ ലൈസ മിനൽ ഹയവാനാതി അക്സറു ദിക്റുല്ലാഹി മിൻ അബ്ഫ, തവളകളാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ശുക്രർപ്പിക്കുന്നത്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, ലഉസബ്ബിഹന്നല്ലാഹ തആല ബിതസ്ബീഹിൻ മാ സബ്ബഹഹു അഹദുൻ ഖബ്ലി, ഞാൻ അല്ലാഹുവിനെ ഒരുപാട് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. മാ സബ്ബഹഹു അഹദുൻ ഖബ്ലി, എന്നേക്കാൾ ആരെങ്കിലും എന്നേക്കാൾ മുമ്പ് ആരെങ്കിലും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എന്ന തരത്തിൽ മഹാനവർകൾ പറയുമ്പോൾ തവളകൾ പറഞ്ഞു അത്രേ, 90 വർഷമായി ഞങ്ങൾ ജീവിക്കുകയാണ്, 90 വർഷമായി ജീവിക്കുകയാണ്. മാ ജഫ്ഫ ലിസാനി അൻ ദിക്രില്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഒരു നിമിഷം പോലും ഞങ്ങളുടെ നാവ് വറ്റിപ്പോയിട്ടില്ല. തവളകൾ പറയാണ്, 90 വർഷമായി ഞങ്ങൾ ജീവിക്കുന്നു, ഇതുവരെ ഞങ്ങളുടെ നാവ് അള്ളാഹിനോട് ശുക്ർ പറഞ്ഞുകൊണ്ട്, അള്ളാഹ്ക്ക് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ നാവ് വറ്റിപ്പോയിട്ടില്ല. അഫമാ തഖൂലീന ഫീ തസ്ബീഹിക്, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളെന്താ തസ്ബീഹ് ചെല്ലുന്നത്, നിങ്ങളെന്താ തസ്ബീഹിൽ പറയുന്നത്? ഖാലത്ത് ഖൂൽ സുബ്ഹാനല്ലാഹി മൻ ഹുവ മുസബ്ബിഹൻ ബികുല്ലി ലിസാൻ, സുബ്ഹാനല്ലാഹി മൻ ഹുവ മദ്കൂറുൻ ബികുല്ലി മകാൻ എന്ന് തവളകൾ പറഞ്ഞുവത്രേ. എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തുമൊക്കെ സ്തുതിക്കപ്പെടുന്ന അല്ലാഹു, എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തും എല്ലാ സമയത്തും ഓർമ്മിക്കപ്പെടുന്ന അല്ലാഹു, ആ അല്ലാഹുവിന് സർവസ്തുതിയുമെന്ന് തവളകൾ, അതാണ് ഞങ്ങളുടെ ദിക്റെന്ന് തവളകൾ, അപ്രകാരമാണ് ഞങ്ങൾ അല്ലാഹുവിന് ശുക്ർ പറയുന്നതെന്ന് തവളകൾ മറുപടി പറഞ്ഞത്രേ. അതുകൊണ്ടായിരിക്കാം മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ നന്ദി പറയുകയും ചെയ്തത്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, സാധ്യമാകുന്ന നിലയിൽ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. സാധ്യമാകുന്ന തരത്തിൽ ഈ പ്രപഞ്ചാണ്ട കടാഹത്തിൽ റബ്ബ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഓശാരമായി തന്ന അനുഗ്രഹങ്ങൾ, വാരിക്കോരി തന്ന ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്റാണ് നമ്മൾ മറുപടിയായി കൊടുക്കേണ്ടത്. അൽഹംദുലില്ലാഹി റഅ്സു ശുക്ർ, അല്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ് ശുക്റിന്റെ ഏറ്റവും മനോഹരമായ രൂപം. റഅ്സു ശുക്ർ, അല്ലേ, അള്ളാഹുവിനെ സ്തുതിക്കൽ വഴിയാണ് അള്ളാഹുവിനോടുള്ള നന്ദി നമ്മൾ അർപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് എന്നതിന്റെ അർത്ഥതലങ്ങളിലേക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ കടക്കാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നാൽ, ഇദാ അഅതാകല്ലാഹു ശൈഅൻ, തന്നു കഴിഞ്ഞാൽ അൻ തഅരിഫ മൻ അഅതാക്, അറിഞ്ഞുകൊള്ളണേ
ആരാണ് ഈ അനുഗ്രഹം നിനക്ക് ചെയ്തു തന്നത്? നിനക്ക് തന്ന ഈ കാര്യത്തിൽ നീ തൃപ്തിപ്പെടണേ. പിന്നെ നിന്റെ ശരീരത്തില് ശക്തിയുള്ള കാലത്തോളം, തോക്കത്തുള്ള കാലത്തോളം അള്ളാഹുവിന് നീ തെറ്റ് ചെയ്യാതിരിക്കുക. നമ്മളൊക്കെ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഗ്രഹം വന്നാൽ പിന്നെ നമ്മൾ അള്ളാനെ മറക്കുന്ന ആളുകളാണ്. അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, എന്റെ വാപ്പ ഉണ്ടാക്കിയതാണ്, വാപ്പാന്റെ വാപ്പ ഉണ്ടാക്കിയതാണ് ഈ സ്വത്തും സമ്പാദ്യം എന്നൊക്കെ നമ്മൾ ഭൂമിയിൽ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചിന്ത യഥാർത്ഥത്തിൽ ആരുടേതാണ്? ഭൂമിയിൽ ഇതുപോലെ പറഞ്ഞു നടന്ന് വീമ്പിളക്കി നടന്നു പോയ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഖാറൂന്റെ അനുഭവം നമ്മൾക്ക് വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖാറൂന് പറഞ്ഞില്ലേ? ആരായിരുന്നു ഖാറൂൻ? മതവിജ്ഞാനത്തിലും ഭൗതിക വിജ്ഞാനത്തിലും നിപുണനായിരുന്നു ഖാറൂൻ. അല്ലേ? ഈയം അതുപോലെ സ്വർണം, വെള്ളി പോലെയുള്ള ഈയം, അതുപോലെ വെള്ളിയൊക്കെ സ്വർണമാക്കാനുള്ള അതുല്യമായ സാങ്കേതികമായ വിജ്ഞാനം അയാൾക്കുണ്ടായിരുന്നു. ഇയാളുടെ ഖജനാവിന്റെ താക്കോൽ 70-ൽ പരം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ വരെ ഉണ്ടായിരുന്നു. പക്ഷെ അയാള് മനസ്സിലാക്കിയെടുത്ത ചെറിയൊരു പ്രശ്നം, ഇയാളെ വിചാരം ഇതൊന്നും പടച്ച തമ്പുരാനല്ല നൽകിയത് എന്നാണ്. ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, അല്ലെ? നിന്റെ അടുത്തുള്ള വിവരം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് ഗർവ് നടിച്ചു കളഞ്ഞു. ആര്? ഖാറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ, അപ്പാടെ അങ്ങ് ഭൂമി ഒഴുങ്ങിപ്പോയി, അപ്പാടെ അങ്ങ് ഭൂമിയിലേക്ക് കണ്ടുപോയി. ഭൂമി വന്നങ്ങോട്ട് വിഴുങ്ങി, ഭൂമി പിളർന്ന് ഖാറൂന്റെ കൂട്ടാളികളും ഖാറൂന്റെ സകലമാന വസ്തുക്കളും ഒക്കെ ഭൂമിക്കടിയിലേക്ക് അങ്ങോട്ട് ആഴ്ന്നു പോയി, പാതാളത്തിലേക്ക് ആക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങിയത് ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യവിശ്വാസി അങ്ങനെയല്ല ആകേണ്ടത്. ഖാറൂന്റെ വിധി എനിക്കും നിങ്ങൾക്കും വരാതിരിക്കണം. ഖാറൂനെ പോലെ ഞാനും നിങ്ങളും ആകാതിരിക്കണം, ചിന്തിക്കാതിരിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് പരമാവധി ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ പറഞ്ഞുകൊണ്ട്, അതിനൊക്കെ വിലയായി ശുക്ർ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കേണ്ടത്. ഖയ്യിദൂ നിഅമല്ലാഹി അസ്സ വജല്ല ബിശുക്ർ. ശുക്ർ കൊണ്ടാണ് അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ ഖൈദ് ചെയ്യേണ്ടത്. മനോഹരാണ് മഹാന്മാരുടെ വാക്കുകൾ. അൽഹംദുലില്ലാ എന്നാണ് അള്ളാഹിനോട് നമ്മൾ പറയേണ്ടത്. അടച്ചവനെ എനിക്ക് ഇതല്ലേ തന്നിട്ടുള്ളൂ. പ്രശ്നങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ താഴെക്കിടയിലേക്ക് നോക്കുക, എന്നിട്ട് അള്ളാഹ്ക്ക് ശുക്ർ പറയാ, എന്നിട്ട് അള്ളാഹ്ക്ക് നന്ദി പറയുക. അള്ളാഹ് എനിക്ക് ഇതല്ലേ തന്നിട്ടുള്ളൂ. എന്നേക്കാൾ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? എന്നേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഭൂമിയിലില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ശുക്ർ ചെയ്യാൻ അല്ലേ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലയാണ് പറയേണ്ടത്. ഖാലുൽ ഹംദുലില്ലാഹില്ലദീ എന്ന് പറഞ്ഞത് അൽഹംദുലില്ല പറയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അൽഹംദുലില്ല പറഞ്ഞ് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ശുക്ർ നമ്മൾ അല്ലാഹുവിലേക്ക് സ്തുതികളായി അർപ്പിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല എളുപ്പമുള്ള കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഖാല അൽഹംദുലില്ലാഹി നിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്, അല്ലേ? നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ല പറയുമായിരുന്നു ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ പറയണം രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിച്ച് അഷ്റഫുൽ ഖൽഖിന്റെ കാല് വ്രണപ്പെട്ട് വീർത്ത് നിൽക്കുന്ന അവസരം വരെ ഉണ്ടായില്ലേ? ഇബാദത്ത് ചെയ്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് ദീർഘമായ നിസ്കാരം അഷ്റഫുൽ ഖൽഖ് നടത്തിയപ്പോ കാലിന് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു. കാല് നീര് വന്ന് ചോര വെച്ച് കല്ലച്ചിരുന്നു. അപ്പോഴാണ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. എന്താ ചോദിച്ചത്? കഴിഞ്ഞുപോയ പാപങ്ങൾ, വരാനിരിക്കുന്ന സകലമാന പാപങ്ങളും അഷ്റഫുൽ ഖൽഖെ അങ്ങേക്ക് പുറത്തു തന്നിട്ടില്ലേ എന്ന് ചോദ്യം. എന്താ മുത്തുനബി മറുപടി പറഞ്ഞു? മുഅ്മിനെ, മുത്തുനബി എന്താ മറുപടി പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഞാന്
നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ്. സകലമാന പാപങ്ങളും വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതുമൊക്കെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് ഖാതിമുൻ നബിയീൻ റസൂൽ റബ്ബിൽ ആലമീൻ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് ഒരുപാട് സമയം നിസ്കരിച്ചു. അതിന്റെ പേരിലാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലേ? മനോഹരമായി ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പാടി വലംതു സുന്നതമൻ അഹ്യൽ ലലാമ ഇലാ അനിഷ്തകത് ഖദമാഹു ദുർറ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാന് വലംതു സുന്നത മൻ അഹ്യൽ ലലാമ ഇല, രാത്രികളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയ ആ സുന്നത്തിനോട് ഞാൻ എതിര് പ്രവർത്തിച്ചിരിക്കുന്നു. അനിസ്തഖത് ഖദമാഹു ദുർറ മിൻ വറമി, കാലുകൾ നിസ്കരിച്ച് വിഷമം അനുഭവിച്ച് കാലിൽ നീര് വന്ന് വീർത്ത് പൊട്ടാനായിരുന്ന അഷ്റഫുൽ ഖൽഖിന്റെ കാലുകൾ. അങ്ങനെ നിസ്കരിച്ചിരുന്ന അഷ്റഫുൽ ഖൽഖിന്റെ ആ ഒരു സുന്നത്തിനോട് ഞാൻ വിരോധം പ്രകടിപ്പിച്ചോ, ആ ഒരു സുന്നത്തിനോട് വിരോധം എന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് ശുക്രിലായി. അനിഷ്കുർലി വലിവാലിദിലെ, അല്ലാഹുവിന് ശുക്ർ അർപ്പിക്കണം, മാതാപിതാക്കൾക്ക് ശുക്ർ പറയണം. രണ്ട് കാര്യങ്ങളാ പറഞ്ഞു. ശുക്റുള്ളവരാകാനാണ് നാം പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ അനുഗ്രഹങ്ങൾ قال النبي صلى الله عليه وسلم മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവ്വലു മാ യുദ്ആ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്. ഒന്നാലോചിച്ചു നോക്കണേ, സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്. അവ്വലു മാ യുദ്ആ ഇലൽ ജന്ന അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വദ്ദറാ, സന്തോഷം വന്നാലും സന്താപം വന്നാലും അല്ലാഹനെ വിളിക്കുന്ന ആളുകൾ, അല്ലാഹനെ സ്തുതിക്കുന്ന ആളുകൾ, ഈ ആളുകളെയാണ് അവ്വലു മാ യുദ്ആ ഇലൽ ജന്ന. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളെ അവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സന്തോഷം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഒക്കെ റബ്ബിനെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം. റബ്ബിനെ പഴിക്കുന്നവരാകരുത് ഞാനും നിങ്ങളും. റബ്ബിനെ പഴിക്കാൻ പാടില്ല. റബ്ബിനെ പഴിക്കാൻ നമ്മൾ റബ്ബിനെ പഴിക്കാൻ പാടില്ല. അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ മുമ്പേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴെക്കിടയിലേക്ക് നോക്കണം. ദീനിന്റെ കാര്യത്തിൽ മുകളിലേക്കും ദുനിയാവിന്റെ കാര്യത്തിൽ താഴെക്കിടയിലേക്കും നോക്കണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ബുദ്ധിമുട്ട് വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരും, നമ്മൾ അല്ലാഹനെ പഴി പറയാനാണ് സമയം ചെലവഴിക്കാറുള്ളത്. ശുക്ർ ചെയ്യാൻ നമ്മൾ സമയം ചെലവഴിക്കാറില്ല. എന്നാലും റബ്ബ് എനിക്ക് ഇത്രയല്ലേ തന്നുള്ളൂ എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടാനും നമ്മൾ ശ്രമിക്കാറില്ല. നമ്മളല്ലാനെ കുറ്റം പറഞ്ഞ്, നമ്മളല്ലാനെ ഇകഴ്ത്തി, ഈ ചെയ്തെന്ന അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട്, ഇതൊക്കെ ഞാൻ ഖാറൂൻ പറഞ്ഞതുപോലെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഖാറൂൻ പറഞ്ഞതുപോലെ ഇന്നമാ ഊതിതു അലാ ഇൽമിൻ മിൻ ഇൻദി, എന്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ കണ്ട കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ, ശാകിരീങ്ങളിൽ, സ്വാബിരീങ്ങളിൽ, ദാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിയുന്നയത്ര നമ്മൾ അല്ലാഹുവിലേക്ക് ശുക്ർ അർപ്പിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹം? നമ്മുടെ അവയവങ്ങളെ കുറിച്ച് ആലോചിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഓരോ അവയവങ്ങൾ, നമ്മുടെ കണ്ണുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണുകളുടെ ശുക്ർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രം അതിനെ കുറിച്ച് പറയാം. മോശം കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക, അതിനെ മറച്ചു വെക്കുക. ചെവിയോ നല്ല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനെ ആളുകളിലേക്ക് എത്തിക്കുക. മോശം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനെ ആളുകളെ തൊട്ട് മറച്ചു വെക്കുക. കൈകാലുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം അല്ലേ?
ഒരു പിടി ഭക്ഷണം എടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ വായിലേക്ക് വെക്കണമെങ്കിൽ അള്ളാന്റെ അനുഗ്രഹം ഇല്ലാതെ നടക്കൂല. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും കനിഞ്ഞു തന്നിട്ടല്ലാതെ എന്റെയും നിങ്ങളുടെയും ഒന്നും വായിലേക്ക് ഒരു പിടി ഭക്ഷണം എത്തുകയേ ഇല്ല. എന്നാലോചിച്ചു നോക്കുക, അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹം. ഇവിടെയാണ് എന്റെ വിഷയം. ഞാൻ ടൈറ്റിൽ തന്നെ തെരഞ്ഞെടുത്തു, നന്ദിയുണ്ടോ നിനക്ക്. ഈ ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നന്ദിയുണ്ടോ നിനക്ക്? നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ പറയുന്നു നന്ദിയുണ്ടോ നിനക്ക് എന്നൊരു ചോദ്യം. ആ ചോദ്യം എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അള്ളാഹിനോട് നന്ദിയുണ്ടോ, അതാണ് ചോദിക്കേണ്ടത്. നന്ദിയുണ്ടോ എന്നാണ് അള്ളാഹിനോട് അള്ളാഹുവിന് നമ്മൾ നന്ദിയുണ്ടോ എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ മുറകൾ ഒക്കെ എപ്പോഴാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഓരോ അമലുകൾ, ഓരോ നിസ്കാരവും ഓരോ നോമ്പും നമ്മുടെ ഓരോ അമലുകളും ഒക്കെ യഥാർത്ഥത്തിലുള്ള അമലാകുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെയും ഒക്കെ നിസ്കാരവും നോമ്പും ഒക്കെ കേവലം ആളുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള നിസ്കാരം, ഞാൻ വലിയ ഓത്തുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഓത്ത്, ഞാൻ വലിയ പ്രസംഗകനാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പ്രസംഗകൻ, അല്ലെ? ഞാൻ വലിയ ധനാഢ്യനാണെന്ന് അറിയിക്കാൻ വേണ്ടി ആൾക്കാർക്ക് 5 രൂപ എടുത്തു കൊടുക്കുന്നത്, സദഖ എന്ന പേരിൽ അല്ലെങ്കിൽ സക്കാത്ത് എന്ന പേരിൽ ആളുകൾക്ക് 5 രൂപ എടുത്തു കൊടുക്കുന്നത് വലിയ കാര്യം. ഞാൻ ഹാജിയാണെന്ന പേര് പറയപ്പെടാൻ വേണ്ടി ഹജ്ജിന് പോവുക. ഇതൊക്കെയായി മാറി എന്റെയും നിങ്ങളുടെയും ഒക്കെ അമലുകൾ. എന്റെയും നിങ്ങളുടെയും ഒക്കെ അമലുകളിലെ കൃത്യമായ ആത്മാർത്ഥതയ്ക്ക് എവിടെ പോയി? ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ വിസ്മരിച്ച് കളഞ്ഞിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ എത്ര അനുഗ്രഹങ്ങളാണ്! എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അള്ളാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വസിഅത്ത്, അത് പ്രവിശാലമാണ്. റബ്ബിന്റെ അനുഗ്രഹം പ്രവിശാലമായൊരു ലോകമാണ്. അവിടെ അതിർവരമ്പില്ല, അതിരുവെക്കാൻ പറ്റൂല. റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ നമുക്കൊരു കൺപോള അടക്കണമെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ചുണ്ടൊന്നനക്കണമെങ്കിൽ, ഈ കാണുന്ന വിരലുകളൊന്നനക്കണമെങ്കിൽ, കൈകാലുകളൊന്നിളക്കണമെങ്കിൽ, ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കണമെങ്കിൽ, മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിക്കണമെങ്കിൽ, തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കണമെങ്കിൽ, തല കൊണ്ട് തല പുകഞ്ഞൊന്ന് ആലോചിക്കണമെങ്കിൽ, കൈകൊണ്ടൊന്ന് പിടിക്കണമെങ്കിൽ, കൈകൊണ്ടൊന്ന് എടുക്കണമെങ്കിൽ, കൈകൊണ്ട് വായിലേക്കൊന്ന് വെക്കണമെങ്കിൽ, ഒന്ന് വിരൽ ഞൊടിക്കണമെങ്കിൽ, ഒരാളെ വിളിക്കണമെങ്കിൽ, ഒന്ന് ഞെക്കണമെങ്കിൽ, ഒന്ന് അമർത്തണമെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹമില്ലാതെ കഴിയുകയില്ല. റബ്ബിന്റെ കൃപകടാക്ഷമില്ലാതെ കഴിയുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു റഹ്മാനും റഹീമുമായത്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം വലിയ അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ചെയ്തു തന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ആദ്യം എന്നോടാണ് പറയുന്നത്, പിന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, നിങ്ങളോട് പറയുന്നത്. റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ വിസ്മരിക്കാതിരിക്കുക. അല്ലേ? നന്ദികേട് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്നതാണ്. അതൊരിക്കലും വരാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു ബുദ്ധിമുട്ട് കൊടുത്താൽ പിന്നെ എന്നോട് വിളിച്ചു തേടലാകും. അല്ലേ? പിന്നെ എന്നോട് വിളിച്ചു തേടലാകും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം കൊടുക്കുകയാണെങ്കിൽ, അല്ലാഹു ഒരു അനുഗ്രഹം കൊടുക്കുകയാണെങ്കിൽ അതെന്നെ സ്വന്തം ഇട്ട പ്രകാരം എനിക്ക് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണെന്നുള്ള ഭാവേനയായിരിക്കും ഞാൻ നിങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട്, അല്ലാഹുക്ക് ശുക്ർ പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിലേക്ക് നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, സമയം ചെലവഴിക്കാൻ ഞാനും നിങ്ങളും ആദ്യം എന്നോട്, പിന്നെയാണ് നിങ്ങളോട് ഉണർത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ജീവിതമായിരിക്കണം എന്റെയും നിങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. പ്രശ്നം വരും, പ്രതിസന്ധി വരും. ദുനിയാവിലെ ജീവിതമാണ്.
ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതൊക്കെ ഹല്ലി വലിയാക്കുന്നത്. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ ഉദാഹരണമല്ലേ അതിനൊക്കെ. വലിയ ധനാഢ്യനായിരുന്നു, വലിയ ധനാഢ്യനായിരുന്നു. ഇഷ്ടം പോലെ സമ്പത്തും സമ്പാദ്യമൊക്കെ ഉള്ള ആളായിരുന്നു. 70ഓളം ചരക്ക് കപ്പലുകൾ. എന്താ ചരക്ക്, എന്താണ് കച്ചവടം? പട്ടിന്റെ കച്ചവടം, പട്ടിന്റെ ബിസിനസ് അല്ലേ. കപ്പൽ അങ്ങോട്ട് മുങ്ങിന്ന് കേട്ടപ്പോ അൽഹംദുലില്ലാ, കിട്ടിയെന്ന് കേട്ടപ്പോ അൽഹംദുലില്ലാ. ഇങ്ങനെ പറയാൻ കഴിയണം. പ്രശ്നങ്ങൾ വരുമ്പോഴും അൽഹംദുലില്ലാ, പ്രതിസന്ധികൾ വരുമ്പോഴും അൽഹംദുലില്ലാ. എന്നാലും എനിക്ക് ഇതൊക്കെ തന്നെയല്ലേ റബ്ബ് ചെയ്തു തന്നിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആണ് കേണുകൊണ്ട് ശുക്റായി ഞാനും നിങ്ങളുമൊക്കെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശാക്കിരീങ്ങളിലും ലാക്കിരീങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹുവിന്റെ ശുക്രിലും അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവിന്റെ ത്വാഅത്തിലുമായി ജീവിതകാലം മരണം വരെ, അവസാനത്തെ ശ്വാസം വരെ നമ്മൾ എടുക്കുന്നത് റബ്ബിന് ശുക്ർ പറഞ്ഞുകൊണ്ടായിരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ دعاءنا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على جميع الأنبياء المرسلين തഖബ്ബൽ അല്ലാഹ്. വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നടക്കാനുണ്ട്. പിന്നെ ഉസ്താദ്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് സെൻഡ് ചെയ്തു തരണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ വരാം. ഒരു 5 മിനിറ്റ് ആരെങ്കിലൊക്കെ ഒന്ന് മൈക്കിൽ വരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്നറിയിക്കാണ്. മാഷാ അല്ലാഹ് ഫൈസി ഉസ്താദ് ഉണ്ടല്ലേ. ജസാക്കുമുല്ലാഹു ഖൈറൻ. തഫദ്ദൽ മഷ്കൂറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ആദ്യം 2 പ്രാവശ്യം സഹോദരിമാരെയാണ് പറഞ്ഞത്. ഏതായാലും വളരെ മനോഹരമായ ഒരു ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ വളരെ ഉഷാറായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഉഷാറായി നമ്മുടെ മിസ് അബു വാഫിയുടെ ഇഷ്റാഖും ജോമിലെ ആദ്യത്തെ പരിപാടി. ഇതിനു മുമ്പ് റമദാനിൽ ബാബു റയ്യാനിൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം ഒരുങ്ങിയതായിരുന്നു. അന്ന് വേറെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായത് കാരണം പിന്നെ അങ്ങനെ സാധിക്കാതെ ഇരുന്നാണ്. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാ വ്യാഴാഴ്ചയും മിസ് വാഫിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. അദ്ദേഹം തന്നെ ഈ ക്ലാസിന്റെ ശേഷം സലാത്തിന് നേതൃത്വം നൽകുകയും ചെയ്യും. നമ്മൾ നേരത്തെ അങ്ങനെ പറഞ്ഞതാണ്. ഈ സലാത്ത് അതിന് കൃത്യമായ സമയത്ത് നടക്കണം. അത് പാഴായി പോകരുത്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഈ സലാത്തിന് മിസ്റ്റർ വാഫി നേതൃത്വം നൽകുക എന്നുള്ളത് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയവുമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇൻഷാ അല്ലാഹ് എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം ഇഷ്റാഖും ജുമുഅ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ സലാത്ത് മജ്ലിസ് നടക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത്. ആ വിഷയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയും, പിന്നെ മറ്റൊരു വിഷയം, ഒരു നമ്മുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു ഗുണകാംക്ഷിയാണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീടിൽ താമസമാക്കലാണ്. നാളെ കാണുന്ന കരുതിയതായിരുന്നു. പിന്നെ ചില തടസ്സങ്ങളൊക്കെ കാരണം നാളെ തിങ്കളാഴ്ചകളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യക്കും അതുപോലെ തന്നെ പിതാവിനും സുഖമില്ല. നമ്മൾ ദുആ ചെയ്യാനുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ നബിമാരുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ഔലിയാക്കളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്കും പിതാവിനും പൂർണ്ണ ശിഫ നൽകുകയും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അദ്ദേഹം ഉദ്ദേശിച്ച വിഷയത്തിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വീട്ടിൽ താമസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആ വീട്ടിൽ അല്ലാഹു ഖൈറും ബർക്കത്തും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.
അപ്പൊ ഇൻഷാ അല്ലാഹ് മിസ്ബാഹ് വാപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബുഷറാക്കും മുഴുവൻ സോങ് ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം മിസ്ബാഹ് വാപ്പി തന്നെ സലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകണമെന്ന് കൂടി ആവശ്യപ്പെട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ആരാണ് പ്ലേ ചെയ്യുക? ബുഷറാക്കും മുഴുവൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മുഹമ്മദ് കുട്ടി പ്ലേ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.